ഇസ്ലാമിലെ ഐസിസ് ആണ് ശരിക്കും ഇസ്ലാം. ശരിയായ ഇസ്ലാം ഐസിസ് ആണ്. ഐസിസ് പറയുന്ന ഒന്നും ഇസ്ലാം വിരുദ്ധമല്ല. അന്ന് അങ്ങനെ ഒരാൾ പോലും അതിന് ഐസിസ് പറയുന്ന ഇന്ന കാര്യം ഇസ്ലാം വിരുദ്ധമാണ് എന്നൊരാൾ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിലുള്ള ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ രവി സാർ പറയുന്നത് ഐസിസ് ആണ് ശരിയായ ഇസ്ലാം. ഇസ്ലാമിലുള്ള ആരും ഇന്ന് വരെ ഐസിസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് നമ്മുടെ രവിചന്ദ്രൻ സാറ് പറയുന്നത്. നമുക്ക് നോക്കാം ആരെങ്കിലും ഐസിസിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. മറുനാടൻ മലയാളിയിൽ 2015 മാർച്ച് 2 വന്നൊരു വാർത്തയാണ്. ഐസിസ് ഭീകര സംഘടന, മതത്തിൻ്റെ പേരുപയോഗിക്കാൻ അർഹതയില്ലാത്തവരെന്നും കാന്തപുരം. SYS വാർഷിക സമ്മേളനത്തിന് സമാപനം. താഴോട്ട് ന്യൂസ് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാം, ലിബിയയിൽ ക്രിസ്ത്യാനികളായ തൊഴിലാളികളെ കൂട്ടക്കൊല നടത്തിയതിനെ ഒരു നിലയ്ക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ദയാപരതയാണ് പ്രവാചകന്റെ മാതൃക. പെഷാവറിലെ കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല നടത്തിയവർ ഇസ്ലാമിൻ്റെ മനസ്സാണ് ചീന്തിയെറിഞ്ഞത്. മറുനാടൻ മലയാളിയിലെ ഈ ഒരു വാർത്ത നമ്മുടെ രവിസാറിന് പോരായെങ്കിൽ ദ ഹിന്ദുവിൽ 2014 ഓഗസ്റ്റ് 31 വന്ന വാർത്ത കൂടി ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. ഇത് 2014 എന്ന് പറയുമ്പം രവിസാറിൻ്റെ സംഘടനയും ഒക്കെ ഇസ്ലാമിക വിമർശനം തുടങ്ങുന്നതിന് മുമ്പാണ് ഈ ഒരു ഫത്വ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Muslim cleric in Kerala issues fatwa against ISIS. A noted Muslim cleric in Kerala on Saturday issued a fatwa against his community members to boycott the Islamic State of Iraq and Syria and other terrorist organizations. കേരളത്തിലെ ഒരു മുസ്ലിം പണ്ഡിതൻ ഐസിസിനെതിരെ ഫത്വ കൊടുത്തു എന്നാണ് ഈ ന്യൂസിൽ പറയുന്നത്. താഴോട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം, എനി സപ്പോർട്ട് ഓർ എൻഡോഴ്സ്മെൻറ്റ് ടു ദി എക്സ്ട്രീമിസ്റ്റ് ആൻഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് ഗോസ് കംപ്ലീറ്റ്ലി എഗെയിൻസ്റ്റ് ദി ഇസ്ലാമിക് ശരിയ. ദ സുന്നി സൂഫി ഇസ്ലാമിക് സ്കോളേഴ്സ്. എന്തെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യൽ ഇസ്ലാമിക ശരീഅത്തിന് എതിരാണ് എന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുന്നത്. സപ്പോർട്ടിംഗ് ദെയർ ആക്ടിവിറ്റീസ് ത്രൂ എനി മീൻസ് ഈസ് ഫോർബിഡൻ അക്കോർഡിംഗ് ടു ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾക്ക് എതിരാണ് ഏതെങ്കിലും തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യലോ അവരുടെ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കൽ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ 2014 ഫത്വയിൽ പറയുന്നത്. അപ്പോൾ രവി സാറിന് മനസ്സിലായില്ലേ, ഐസിസ് അല്ല ശരിയായ ഇസ്ലാം. ഐസിസിനെതിരെ കേരളത്തിലുള്ള പണ്ഡിതർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, ഫത്വ കൊടുത്തിട്ട്. ഞാൻ ഇത്രയും പറഞ്ഞിട്ടും രവി സാറിന് വിശ്വാസം വരുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനോട് രവി സാറിന് നേരിട്ട് ചോദിച്ചു നോക്കാം. അതിന് സാർ ഇവിടെ കൊല്ലത്ത് നിന്ന് ട്രെയിൻ പിടിച്ച് കോഴിക്കോട് വരെ ഒന്നും പോകണമെന്നില്ല. ജനുവരി 15 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊല്ലം പീരങ്കി മൈതാനിയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് വരുന്നുണ്ട്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന കേരള യാത്ര. മുസ്ലിങ്ങൾക്കൊപ്പം എന്നല്ല, മനുഷ്യർക്കൊപ്പം എന്നാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കേരള യാത്രയുടെ പ്രമേയം. കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്. കൊല്ലം ജില്ലയിലെ സ്വീകരണം ജനുവരി 15 വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കൊല്ലം പീരങ്കി മൈതാനിയിലാണ് നടക്കുന്നത്. എല്ലാവർക്കും അവിടെ വന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കാണാം. ഈ ചരിത്ര മുഹൂർത്തത്തിന് നമുക്കും സാക്ഷിയാകാം.